സത്യം പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ മാർഗം കാണിച്ചു തന്നുകൊണ്ട് ഒരു കണ്ണം കടിക്കുന്നവന് മറുകണ്ണം കാണിച്ചു കൊടുത്തുകൊണ്ട് അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെ എല്ലാവിധ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ദുഃഖിതരെ, പീഡിതരെ, രോഗികളെ, ദരിദ്രരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതാണ് മാർഗം, ഈ മാർഗത്തിലൂടെ നിങ്ങൾ പോവുക, ഇതാണ് രക്ഷ. സ്നേഹത്തിന്റെ ഭാഷ ഇതാണ്. അല്ലാതെ ശത്രുക്കളെ ഉപദ്രവിക്കാനല്ല, നിങ്ങൾ ഒരാളെ അടിക്കുമ്പോൾ അയാളെ തിരിച്ചടിക്കാനല്ല, മറിച്ച് അവനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക, അവനെ മനസ്സിലാക്കുക, അവന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, അവനെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ ലോകത്ത് ജീവിച്ചത്. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? അപ്പനും മക്കളും തമ്മിൽ പ്രശ്നം, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം, അമ്മയും അപ്പനും തമ്മിൽ പ്രശ്നം, നിർമ്മിത മന്ദിരങ്ങളുടെ, അനാഥശാലകളുടെ, വൃദ്ധമന്ദിരങ്ങളുടെ എല്ലാം എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ മാതാപിതാക്കളാണ് വൃദ്ധസദനത്തിൽ മക്കളുടെ സ്നേഹം ലഭിക്കാതെ നരകിച്ച് മരിക്കുന്നത്. എത്രയോ മക്കളാണ് അപ്പനമ്മമാരെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത്, വൃദ്ധമന്ദിരങ്ങളിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ തങ്ങൾക്ക് ജന്മം ചെയ്ത അപ്പനെയും അമ്മയെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ പോയി അവസാനം നിത്യ നരകാഗ്നിയിൽ പതിക്കുന്ന മനുഷ്യരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രസക്തി. ക്രിസ്തു പറഞ്ഞു തന്ന മാർഗം സ്നേഹിക്കുവാനാണ്, ഉപദ്രവിക്കുവാനല്ല.